എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ചീസി കട്ട്ലറ്റ് തയ്യാറാക്കാം. നല്ല ടേസ്റ്റിയാണ്, വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി മിൻസ് ചെയ്തിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു കപ്പോളം ചീസ് എടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തിട്ടുള്ള മൊസറല്ല ചീസ്. 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി എടുക്കാം. ഒരു ചെറിയ സവാള നല്ല ചെറുതായി ചോപ്പ് ചെയ്തിട്ട്, ഒരു ഉരുളക്കിഴങ്ങ് തൊലി ചെത്തിക്കളഞ്ഞതിന് ശേഷം കഷ്ണങ്ങളാക്കി മുറിച്ച് കുറച്ച് വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്ത് ഊറ്റി വെച്ച ഉരുളക്കിഴങ്ങാണ്. ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. തയ്യാറാക്കാൻ വേണ്ടി ചുവട് കട്ടിയുള്ളൊരു പാൻ എടുക്കുക. പാനിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർക്കാം. ഒരു 10 ചെറിയ വെളുത്തുള്ളി ഉണ്ട്, ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തത് ഇതിലേക്ക് ചേർക്കാം. ഒരു സവാള വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം സവാളയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറുമ്പോൾ 2-3 മിനിറ്റിന് ശേഷം മിൻസ് ചെയ്ത ചിക്കനും കൂടി ചേർത്ത് നന്നായി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. ചിക്കൻ നന്നായി വെന്ത് കിട്ടിക്കോളും. ചിക്കൻ എന്നുള്ള വെള്ളമെല്ലാം അതിലേക്ക് ഇറങ്ങി കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിലേക്ക് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. ആ ഒരു വിഷ്വൽ എടുക്കാൻ വിട്ടുപോയതാണ്. മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഒരു മിനിറ്റ് ചെറിയ തീയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മൈദപ്പൊടിയുടെ ആ ഒരു പച്ച സ്മെല്ലൊന്ന് പോയി കിട്ടുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കണം. സാധാരണ നോർമൽ മിൽക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെയൊക്കെ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചു കൊടുത്ത് അപ്പം തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ അത് കട്ടിയാവും. നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററായിട്ട് അത് മാറും. ഒരു മിക്സ് കട്ടിയാവും തോറും ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ചീസും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടായി വരുമ്പോൾ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. നല്ലപോലെ ചൂടാറിയതിന് ശേഷം കട്ട്ലറ്റ് പിടിച്ചെടുക്കാം. ഈ കട്ട്ലറ്റിൻ്റെ ഫില്ലിങ് നന്നായി ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം കയ്യിൽ കുറച്ച് എണ്ണ ആദ്യം ഒന്ന് തടവി കൊടുക്കണം. എണ്ണ തടവി കൊടുത്തതിന് ശേഷം മാത്രം കട്ട്ലറ്റ് പിടിച്ചെടുക്കുക. ചെറുതായിട്ടൊരു ഒട്ടൽ ഫീൽ ചെയ്യും, പക്ഷെ അത് കുഴപ്പമില്ല. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അത് നന്നായി ഹാർഡായിട്ടുണ്ടാവും കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ അത് ഹാർഡായിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് ഒട്ടൽ തോന്നിയാൽ കുറച്ച് ടൈം കഴിയുമ്പോൾ അത് നന്നായി ഹാർഡായി വരും. നല്ല കയ്യിലൊന്നും ഒട്ടാതെ നല്ല കൃത്യമായിട്ടിരിക്കും. ഓരോ കട്ട്ലറ്റ് എടുക്കുമ്പോഴും കയ്യിൽ കുറച്ച് എണ്ണ തേക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഇതെല്ലാം തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി ഇത് ബ്രെഡ് ക്രംസിലും അതുപോലെ മൈദ മുട്ട മിക്സിലാണ് ഇത് മുക്കി പൊരിക്കുന്നത്. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ വരെ മൈദ ചേർത്ത് കൊടുക്കാം. മൈദയും മുട്ടയും നന്നായി ഒന്ന് മിക്സ് ചെയ്തതിലേക്ക് കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരുപാട് ലൂസല്ലാത്തൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. കാരണം ഔട്ടർ ലെയർ ആയതുകൊണ്ട് തന്നെ അതിന് ഉപ്പില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചെറുതായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഒട്ടും കട്ടകളില്ലാതെ മിക്സ് ചെയ്തിട്ട് ഇതിൽ മുക്കി അതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു കട്ട്ലറ്റ് പൊരിച്ചെടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ബ്രെഡൊക്കെ വെച്ച് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബ്രെഡ് ക്രംസ് തയ്യാറാക്കാം. റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാം. ആ ഒരു ബ്രെഡ് ക്രംസാണ് ഇതെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ബ്രെഡ് ക്രംസിൽ തന്നെ ഇത് മുക്കി പൊരിച്ചെടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് എണ്ണയൊന്നും കുടിക്കാതെ നല്ല സ്നാക്കായി കിട്ടും. ഇങ്ങനെ എല്ലാ ഭാഗത്തേക്ക് ആക്കിയതിന് ശേഷം എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക.
എണ്ണ ചൂടാക്കിയതിന് ശേഷം മാത്രം ഇത് പൊരിച്ചെടുക്കുക. അത്യാവശ്യം എണ്ണ നന്നായി ആദ്യം ചൂടായിരിക്കണം, അത് കഴിഞ്ഞൊരു മീഡിയം ഫ്ലെയിമിലിട്ട് പൊരിച്ചെടുക്കുക. ഒരുപാട് ചൂടാവാത്ത എണ്ണയിലേക്ക് ഈ കട്ട്ലറ്റ് ഇട്ട് കൊടുക്കരുത്, അതുപോലെ ഓവറായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്കും കട്ട്ലറ്റ് ഇടരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കട്ട്ലറ്റ് തയ്യാറാക്കിയെടുക്കാൻ. ഒന്നുകൂടി മറിച്ചിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള കട്ട്ലറ്റ് കൂടി തയ്യാറാക്കിയെടുക്കണം. നമ്മൾ കട്ട്ലറ്റൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ എപ്പോഴും നല്ല ബ്രെഡ് ക്രംസ് നോക്കിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയിലൊക്കെ ഒരുപാട് ബ്രെഡ് ക്രംസ് ആയിട്ട് ചൂടാവും തോറും അതിങ്ങനെ കറുത്ത് കരിഞ്ഞ് കിടക്കും. അപ്പോൾ അടുത്ത ബാച്ച് ഇടുമ്പോൾ ആ ഒരു ബാച്ചിലും ആ ഒരു കറുത്ത കളറിലെ കരി മുകളിൽ പിടിക്കും. അതുകൊണ്ടാണ് നല്ല പരുവത്തിലുള്ള ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.